അൾത്താരയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്, ഇതാ ദൈവത്തിൻ്റെ തുടിക്കുന്ന ഹൃദയമാണ് ഈ അൾത്താരയിൽ. നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തണലിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നീന്നോളം കടന്നു പോയിട്ടുള്ള എല്ലാ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണുനീരൊക്കെ കാണുന്ന കർത്താവിൻ്റെ തിരുഹൃദയം, ആ സ്നേഹമാണ് ഈ അൾത്താരയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിനായിട്ട് എല്ലാ പരിക്കുകളെയും സമർപ്പിക്കാം. ഈശോയെ, നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ, ഞങ്ങളുടെ ബന്ധങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒക്കെ വിശുദ്ധീകരിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നോ സുസ്ഥാനങ്ങളിൽ ഇരുന്നോക്കെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും ചേർത്ത് നിർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവിധങ്ങളായ നിയോഗങ്ങളെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിത ഭാരത്തെയൊക്കെ ഇറക്കി വെച്ച് നിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, എല്ലാവരെയും നീ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷകൻ 6-ാം അധ്യായത്തിൽ 25 മുതലുള്ള വചനങ്ങളിൽ ദൈവ പരിപാലനയിൽ ആശ്രയിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞു വച്ചിരിക്കുന്ന എങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, നീ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ഇത്രയും പറഞ്ഞിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്: ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുന്നു. എത്ര സുന്ദരമാണെന്ന് നോക്കിക്കേ. ദൈവത്തിൻ്റെ വലിയ പരിപാലനയല്ലേ വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആകാശത്തിലെ പക്ഷികളെ നോക്കാനാണ് പറഞ്ഞത്. അവ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കളപ്പുരകളുണ്ടാക്കി ശേഖരിക്കുന്നില്ല, പക്ഷേ അവയെയും ദൈവം അത്ഭുതകരമായി പരിപാലിക്കുന്നില്ലേ? അതാത് ദിവസത്തിന് വേണ്ടത് ദൈവം അവർക്ക് നൽകുന്നില്ലേ? ദൈവത്തിൻ്റെ വലിയ പരിപാലനയുടെ കരം ഈ ആകാശത്തിലെ പക്ഷികളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വചനം പറയാണ്, നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്ക്, അവ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, അവ കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എന്നിട്ടും എത്ര മനോഹരമായി സ്വർഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുന്നു എന്നാ പറയാം. അടുത്ത വചനം പറയുന്നത് എന്നാണെന്നറിയാമോ? അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഈ പക്ഷികളെക്കാളൊക്കെ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. കാരണം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, സ്വന്തമാണ്. അങ്ങനെയെങ്കിൽ എത്രയോ അത്ഭുതകരമായി ദൈവം നമ്മെ പരിപാലിക്കുകയില്ലേ? പക്ഷികളെ ദൈവം ഇതുപോലെ അലങ്കരിക്കുന്നുവെങ്കിൽ, വയലിലെ പുഷ്പങ്ങളെ കർത്താവ് ഇതുപോലെ അലങ്കരിക്കുന്നുവെങ്കിൽ, നമ്മളെ എത്രയധികമായി ദൈവം പരിപാലിക്കും, ദൈവം തൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കുമെന്നാണ് വചനം ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? അതായത് അത്ര കണ്ട് പ്രയോജനരഹിതമായ ഒരു ജീവിതത്തിൻ്റെ തീരുമാനമാണ് ഉത്കണ്ഠാകുലരാകുന്നത്. എന്ന് നമ്മളിലേക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അനേകരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വല്ലാതെ ഉത്കണ്ഠാകുലരായിരിക്കുന്നവർ, ആകുലപ്പെട്ട് നിൽക്കുന്നവർ, നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, സ്വപ്നങ്ങൾ തകർന്നു പോയതിൻ്റെ, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയതിൻ്റെ ഒക്കെ ആകുലതകളാൽ ഭരിക്കപ്പെടുന്നവർ, രോഗങ്ങളുടെയും തകർച്ചകളുടെയും പ്രതിസന്ധികളുടെയും ബാധ്യതകളുടെയൊക്കെ നടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി വല്ലാതെ ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കഴിയുന്നവർ, ഉത്കണ്ഠാകുലരായി ജീവിതം തള്ളി നീക്കുന്നവർ. കർത്താവ് ചോദിക്കുക, ഉത്കണ്ഠ മൂലം നിന്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ?
അത്ര കണ്ട് വിവേകരഹിതരാകരുത് എന്നുകൂടി വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് 36 വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇന്നുള്ളതും നാളെ, 30 വചനം, ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികമായി അലങ്കരിക്കുകയില്ല. ഇതൊന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, തമ്പുരാന്റെ അനന്ത പരിപാലനയിൽ ജീവിതം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നിശ്ചയമായും ദൈവം നമ്മെ പരിപാലിക്കുന്ന വഴി നടത്തുന്ന അനുഭവം അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് തമ്പുരാനെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾ ഏതെങ്കിലും വിഷയങ്ങളെ പ്രതി ആകുല ചിത്തരാണെങ്കിൽ, ഉത്കണ്ഠാകുലരാണെങ്കിൽ, മക്കളെ ഓർത്ത് ആകുലപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം. ഒരുപക്ഷെ നാളെയിൽ സംഭവിക്കാൻ പോകുന്ന ചില ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ തീരുമാനങ്ങളെ ഓർത്ത് വെമ്പൽ കൊള്ളുന്നവരും ഉത്കണ്ഠാകുലരായിരിക്കുന്നവരുണ്ടാകാം. ചില രോഗങ്ങളുടെ നടുവിൽ നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ടാകാം. ചില മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകാം. ഈശോയെ, ചില വിദേശ യാത്രകളുടെയുമായി ബന്ധപ്പെട്ട ചില വിസ പ്രോസസ്സിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകാം. ഈശോയെ, ഈ കാത്തിരിപ്പിൻ്റെ നടുവിൽ വിശ്വാസം ക്ഷയിച്ചു പോകാതെ, പ്രതീക്ഷ അസ്തമിച്ചു പോകാതെ, കർത്താവിൻ്റെ അനന്തമായ പരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ കർത്താവ് ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആകുലതകളുടെ സങ്കടങ്ങളെ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുണ്ടാകാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ വേദനകളുണ്ടാകാം, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഇപ്പോൾ അനുഭവിക്കുന്ന ഭാരം വല്ലാതെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. അതിൻ്റെ നടുവിൽ ഒരുപക്ഷെ രാത്രിയുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാകാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ നീ തള്ളി നീക്കിയത്. ഇതാ കർത്താവല്ലേ മോനെ നിന്നോട് പറയുന്നത്, നീ ആകുലപ്പെടണ്ട എന്ന്. നീ അസ്വസ്ഥയാകണ്ടെന്ന് ഈശോയല്ലേ പറയുന്നേ. പക്ഷികളെയും പുല്ലിനെയും പരിപാലിക്കുന്ന ദൈവം നിന്നെ പരിപാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ, ദൈവ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ലോകത്തിൻ്റെ ഏതു കോണിലാകട്ടെ, നീ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാകട്ടെ, നീ ഉള്ളുകൊണ്ട് പറ, ഈശോയെ, നിന്റെ വചനത്തിലും നിന്റെ വാഗ്ദാനങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഈശോയെ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ വിശ്വാസം ധൈര്യമായി മാറുമ്പോഴാണ് നമ്മളിലുള്ള ആകുലതകൾ വിട്ടുപോകുന്നത്, അസ്വസ്ഥതകൾ അഴിയുന്നത്, ഉത്കണ്ഠകൾ തീരോഭവിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ ധൈര്യപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ദൈവ പരിപാലനയിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ കൃപ തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം നമ്മോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടാകാം. പ്രാർത്ഥനയിൽ നകന്നു നിൽക്കുന്നവർ, വിശ്വാസം ക്ഷയിച്ചു പോയവർ, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാകാം. ഇവരെല്ലാം ചേർത്ത് നിർത്തി ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.